ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി 500 രൂപ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, പച്ചക്കറി വാങ്ങിക്കൊണ്ട് വായു. അപ്പോൾ രേവതി 250 വാങ്ങിയാൽ മതി. അപ്പോൾ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ ക്യാപ്സിക്കം, കോളിഫ്ലവർ ഇത്രയും സാധനങ്ങൾ അങ്ങ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. ശ്രുതി അവിടെ നിന്നും പോകുന്നുണ്ട്. എല്ലാവരും അവരവരുടെ റൂമിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ രേവതി അടുക്കളയിൽ പണിയെടുക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ പുറകിലൂടെ സച്ചി ചെല്ലുകയാണ്. അങ്ങനെ സച്ചി വന്നിട്ട് നേരെ രേവതിയോട് പറയുന്നുണ്ട്, എൻ്റെ സൂത്രം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പം അല്ല അവനെ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടില്ലേ, തന്നെയല്ല പൗഡർ ഇടത്തിൻ്റെ കാശ് കൊണ്ട് തന്നെയല്ലേ അവൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയത്. അതുകൊണ്ട് അതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഇനി ആ കൊണ്ടുവരുന്ന പച്ചക്കറി ഉപയോഗിച്ചിട്ട് പൗഡർ ഇടത്തിയെ കൊണ്ട് തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിക്കണം, അപ്പോഴേ എനിക്കൊരു സമാധാനമാവുള്ളൂ എന്ന് സച്ചി പറയുകയാണ്. അപ്പം എന്നും പറഞ്ഞ് രേവതി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അല്ല നിങ്ങളെന്താ ഇവിടെ അടുക്കളയിൽ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അപ്പം പറയാണ്, ഞാനിവിടെ വന്നത് സാധാരണ ഭർത്താക്കന്മാരെന്തിനാ അടുക്കളയിലേക്ക് ഭാര്യയുടെ അരികിലേക്ക് വരുന്നത് എന്തിനാ? അപ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും വയ്യായ വരുമ്പോൾ അടുക്കള പണി എടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അതിനൊന്നല്ല എന്ന് പറയണം. പിന്നെന്തിനാണെന്ന് വെച്ചാലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലൂടെ അവൻ്റെ മുഖം ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നേരെ അവളെ വയറിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കറക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിട് സച്ചിയേട്ടാ, എന്തായി കാണിക്കുന്നത്, വിട് സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. ഇല്ല വിടില്ല എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലും വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എന്താ മോളെ എന്ന് രവീന്ദ്രൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല, ഞാനൊരു ചായ മേടിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുന്നുണ്ട്. അല്ല അച്ഛാ എന്നിങ്ങനെ അവരങ്ങനെ തർക്കിച്ചങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും രേവതി അവസാനം തൻ്റെ മുട്ടുകൈ കൊണ്ട് അവൻ്റെ വയറിൽ നോക്കി ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അതോടുകൂടി സച്ചിക്ക് ഇന്ന് വേദനിക്കും. സച്ചി അവളെ അവിടെ നിലത്ത് നിർത്തുകയും നേരെ സച്ചിയെ പുറത്തേക്ക് തട്ടിയിടുകയും ചെയ്യുന്നുണ്ട്, റൂമിൻ്റെ പുറത്തേക്ക്, അടുക്കളയുടെ പുറത്തേക്ക്. അങ്ങനെ സച്ചി അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാലും അവർ തമ്മിൽ ചെറിയ ഒരു റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ചന്ദ്രയും അതുപോലെ രവീന്ദ്രനും കൂടിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയതിന് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ ചന്ദ്ര പറയാണ്. അപ്പോഴേക്കും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ശ്രുതി വരികയാണ്. അപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്, ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക്. എന്നിട്ട് നേരെ പച്ചക്കറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി അത് രേവതിയുടെ കയ്യിലാണ് പിന്നെ കൊടുക്കുന്നത്. അതിനുശേഷം പൈസ ഇന്ന് ശ്രുതി 10 രൂപ. അപ്പോൾ 10 രൂപ ഇങ്ങനെ നോക്കിയിട്ട് 10 രൂപ ബാക്കിയുള്ളൂ, 490 രൂപയായോ അപ്പോൾ പച്ചക്കറിക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി. അതെ, അയാൾ എങ്ങനെയാ പറഞ്ഞത്, ഇതേ 10 രൂപ ബാക്കി അയാൾ തന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം പച്ചക്കറി നിനക്കറിയാതെയാണ് ഇപ്പോഴത്തെ പച്ചക്കറിയുടെ വില എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രേവതി ആ പച്ചക്കറി ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഇതിന് അത്രയൊന്നും പൈസ വരില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. വരില്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്. നീ എന്താ ചെയ്തത്? അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, നീ എങ്ങനെയാ പോയത് പുറത്തേക്ക്? നിന്നെ വയർത്തിട്ട് പോലും ഇല്ലല്ലോ, നിനക്ക് ഇത്ര വെയിലുണ്ടായിട്ട് പോലും. ഞാൻ കാറിലാണ് പോയത്. കേട്ടില്ല അച്ഛാ, അവൻ കാറിലാണ് ഇവിടെയും വരെ ഒന്ന് പോകുന്നതിന്, പിന്നെ ഇവനെ എങ്ങനെയാ ശരിയാവാം? പിന്നെ തന്നെയല്ല, ഇവൻ ഈ ബാക്കിയുള്ള പൈസ കൊണ്ട് അവന് പൊറോട്ടയും ബീഫും മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഇല്ലടാ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എവിടെ പോയിടാ നിന്റെ പൈസ? അപ്പോൾ സത്യമായിട്ടും എൻ്റെ കൈയൊന്നും മണപ്പിച്ച് നോക്കിയോ, ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ എന്താ പിന്നെ ചെയ്തത്? നിനക്ക് ഇത്ര നാളായിട്ടും പച്ചക്കറിയുടെ വില കാര്യങ്ങൾ അറിയില്ലേ? നിന്നെ പിന്നെ എങ്ങനെ ആൾക്കാർ പറ്റിക്കാതിരിക്കുക? നീയാണോ വലിയ പഠിപ്പിസ്റ്റ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സച്ചി തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ കോള് നോക്കിയിട്ട് പറയുന്നുണ്ട്, മനോജാണല്ലോ, ഇവൻ കടയിൽ പോയി അവിടുത്തെ ആളാണല്ലോ വിളിക്കുന്നത് എന്നെ എന്ന് പറയുന്നുണ്ട്. അതേ അയാളെ കടയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയത് സാധനങ്ങൾ എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോൾ എന്താ മനോജ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശരി എന്നാൽ ഞാൻ ശ്രുതിയുടെ നമ്പർ, എൻ്റെ മരുമോളാണ്, അവളുടെ നമ്പർ ഞാൻ അങ്ങോട്ട് അയക്കാം, ബാക്കി അതിലേക്ക് ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താ അച്ഛാ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട, അത് അവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ 190 എന്നുള്ളത് 490 ആയി അടിച്ച് വന്നതാണ്. ആൾക്കത് തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഇവനെ 2-3 പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇവൻ നിൽക്കാതെ പോയി അത്രേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയാൾ അതിനാണ് എന്നെ വിളിച്ചത്. ഞാൻ വിചാരിച്ച് അവിടെ ആദ്യത്തെ കടം വല്ലതും ഉണ്ടായിരിക്കും, അത് കൊടുക്കാനായിരിക്കും. എന്താടാ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് തട്ടി ഉരുട്ടുകയാണ്. അപ്പോൾ ഇത്ര നാളായിട്ടും ഒരു പച്ചക്കറിയുടെ വില ഒന്നും അറിയില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രുതി, നിനക്ക് പച്ചക്കറിക്കൊക്കെ വില എത്രയാണെന്ന് ചോദിച്ചിട്ട് വേണ്ടേ നീ വാങ്ങിക്കാനായിട്ട്? എനിക്കറിയില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് വീട്, ഇനിയിപ്പോൾ എന്തായാലും അവൻ ആദ്യമായിട്ടല്ലേ അതിനൊക്കെ പോയത്,
വലിയ പഠിപ്പിസ്റ്റാണ് അത്ര, എന്താ കാര്യം, ഇവനാണ് ഒരു ബിസിനസ് നടത്താൻ പോകുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് ശരിയാണ്, നിനക്ക് ക്ലാസ്സിൽ എടുക്കുന്നതും പാഠപുസ്തകത്തിലെ മാത്രം നിനക്കറിയുള്ളൂ, അതല്ലാതെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് രവീന്ദ്രനും പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രവീന്ദ്രൻ പറയാണ്, അതെ എന്തായാലും ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കും, നാളെ എന്തായാലും ഒരു വിശേഷ ദിവസമല്ലേ സച്ചിയുടെ ജീവിതത്തിലുള്ള ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നാളേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി രേവതി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബില്ലിട്ടിട്ട് സച്ചിയുടെ കൊടുക്കുക, സച്ചി വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് പുഞ്ചിരി വരുന്നുണ്ട്. അപ്പോൾ രേവതി അവിടേക്ക് വന്ന് കാണാം. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താണ് നാളത്തെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്കറിയില്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ്. അതെന്ത് പ്രത്യേകതയാണെന്നൊന്ന് ആലോചിച്ചതിന് ശേഷം, ഇവൻ അച്ഛൻ്റെ പൈസ കട്ടുകൊണ്ട് പോയ ദിവസമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിയുടെ മുഖം ആകെ ഒന്നും വിഷമിക്കുകയാണ്, കാരണം കല്യാണ ദിവസമാണ്, അത് അവന് ഓർമ്മയില്ല. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ ഒരു ദിവസത്തിനെ പറ്റി മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും നിനക്ക് ഓർമ്മയില്ലേ, അന്നത്തെ ദിവസം വേറൊരു പ്രത്യേകതയും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേറെന്ത് പ്രത്യേകതയാണ് എന്ന് തിരിച്ച് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ, എടാ നിനക്ക് അന്ന് അവൻ പൈസ കൊണ്ടുപോയത് തന്നെ, പിന്നെ അന്നത്തെ ദിവസം ഒരു പ്രത്യേകതയില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട അച്ഛാ ഒന്നും പറയണ്ട, അദ്ദേഹത്തിന് അത് ഓർമ്മയില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അച്ഛൻ അത് ഓർപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞു അവൾ ദേഷ്യത്തോടെ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി ദേഷ്യപ്പെട്ടു പോയത്, എടാ പിന്നെ അവൾ ദേഷ്യപ്പെടാതെ, നിന്റെ കല്യാണ ദിവസത്തിൻ്റെ ആദ്യത്തെ ആനിവേഴ്സറിയാണ് നാളെ, അത് നിനക്ക് ഓർമ്മയില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയ്യോ അതായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ എന്തായാലും അശ്വ ഞാനത് മറന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം രേവതിയുടെ പുറകെ ചെന്നിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി മിണ്ടണ്ട, എന്നോട് നിങ്ങൾ മിണ്ടണ്ട, അവർക്ക് എന്നെ ഓർമ്മയില്ല, അന്നത് കല്യാണം കഴിച്ച ദിവസം ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ പുറത്തേക്ക് പോവുകയാണ്. പുറകിലൂടെയും സച്ചി ചെല്ലുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെടല്ലേ രേവതി പ്ലീസ്, അത് ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ പറയാൻ വന്നതാണ്, പിന്നെ അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് എനിക്ക് അത്യാവശ്യമായിട്ട്, അതൊരു വല്ലാത്തൊരു ഇതല്ലേ, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വന്നത്, തന്നെയല്ല രണ്ടാമത് പറയാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു, വെറുതെ സച്ചിയായിട്ട് കിടന്ന് ഉരുളണ്ട, എന്തായാലും എപ്പോഴും നിങ്ങൾ പറയാറില്ലേ അവൻ ഓടിപ്പോയത് കൊണ്ടാണ് നിങ്ങളുടെ തലയിൽ ഞാനായതുകൊണ്ട്, അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി. അപ്പം ഇല്ല രേവതി അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്താ നിങ്ങളത് ഓർക്കാഞ്ഞത്, അത് പിന്നെ ഓർക്കാഞ്ഞത് വേറൊന്നല്ല രേവതി, എനിക്ക് നമ്മുടെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് എൻഗേജ്മെൻറ്റും അതുപോലെ പിന്നെ കല്യാണ കത്തൊക്കെ അടിച്ച് അങ്ങനെയൊന്നല്ലല്ലായിരുന്നു നമ്മുടെ കല്യാണം ഒന്നും അങ്ങനെയല്ലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അതൊന്നും ഓർമ്മയില്ലാതെ, നീ ക്ഷമിക്ക്, പക്ഷേ എനിക്ക് വേറൊരു കല്യാണ ദിവസം ഓർമ്മയുണ്ട്, നീയെ താലി വാങ്ങിയിട്ട് എന്നെ രണ്ടാമത് നീ കഴുത്തിൽ അണിയിച്ചില്ല, ആ ഒരു തീയതിയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ അതുകൊണ്ട് നീ പിണങ്ങല്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവർ ആദ്യമായിട്ട് എവിടെ വെച്ചാണ് കണ്ടത്, എങ്ങനെയാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യാണ്. ശ്രുതിക്കാണെങ്കിൽ അപ്പോൾ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല, രേവതി അവിടെ വെച്ച് കണ്ട കാര്യമൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വാളും എടുത്തിട്ട് ഒരാളെ വെട്ടാൻ പോകുന്ന ഒരു ഭാഗം, അത് ഷൂട്ടിംഗ് ആയിരുന്ന കാര്യം പിന്നീടാണ് രേവതി മനസ്സിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ് അവർ പരസ്പരം. അങ്ങനെ അതിനുശേഷം നിനക്ക് എന്നെ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്, എന്നാലും ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സച്ചിയേട്ടനെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ വെച്ചിട്ട് നമ്മുടെ സച്ചി രേവതിക്ക് ഒരു മുത്തവും കൊടുത്തിട്ടൊക്കെയാണ് അടുക്കളയിൽ നിന്ന് പോരുന്നത്. അങ്ങനെ ചെറിയ അവരുടെ ചെറിയൊരു റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കുറേയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.